എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് കനേഡിയൻ നഴ്സസ് അസോസിയേഷൻ സ്റ്റാൻഡേർഡ് ഫോർ നഴ്സിംഗ് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 1, 2, 3 ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഫസ്റ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നഴ്സിംഗ് പ്രാക്ടീസ് റിക്വയർസ് ദാറ്റ് എ കൺസെപ്ഷൻ മോഡൽ ഫോർ നഴ്സിംഗ് ബി ദ ബേസിസ് ഫോർ ദാറ്റ് പ്രാക്ടീസ്. എന്താ നഴ്സിംഗ് പരിശീലനത്തിന് വേണ്ട പ്രധാന ഘടകം എന്താണ്? നഴ്സിങ്ങിന് ഒരു ആശയപരമായ മാതൃകയാണ് ആവശ്യം, അല്ലേ? പിന്നെ നഴ്സുമാർക്ക് വ്യക്തമായ ഒരു ആവശ്യം വേണം. നഴ്സുമാർക്ക് വ്യക്തമായ ആവശ്യം വേണം. നഴ്സസ് ആർ റിക്വയർഡ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ, കൺസെപ്ഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലക്ഷ്യം കേന്ദ്രീകരിക്കൽ, റിക്വയർഡ് ഫോർ ഗോൾ, അതായത് ലക്ഷ്യം കേന്ദ്രീകരിക്കൽ. ദെൻ രോഗി, ക്ലയൻറ്റ്. ദെൻ തേർഡ് റോൾ ഓഫ് നഴ്സിൻ്റെ റോള്. പിന്നെ ഫോർത്ത് വൺ എന്താ? സോഴ്സ് ഓഫ് ഡിഫിക്കൽറ്റി, അതായത് പ്രയാസത്തിൻ്റെ ഉറവിടം. പിന്നെ എന്താ? ഫിഫ്ത്ത് വൺ ഫോക്കസ് ആൻഡ് മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ ആൻഡ് കോൺസിക്വൻസസ്, അതായത് ഇടപെടൽ രീതികളും പരിണിത ഫലങ്ങളും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഗോൾ, ക്ലയൻറ്റ്, റോൾ ഓഫ് ദ നേഴ്സ്, സോഴ്സ് ഓഫ് ഡിഫിക്കൽറ്റി, ഫോക്കസ് ആൻഡ് മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ ആൻഡ് കോൺസിക്വൻസസ്. ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡേർഡ് 2 നഴ്സിംഗ് പ്രാക്ടീസ് റിക്വയർസ് ദ എഫക്റ്റീവ് യൂസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ്. നഴ്സസ് ആർ റിക്വയർഡ് ഇൻ എനി പ്രാക്ടീസ് സെറ്റിംഗ് ടു ഡു ദ. അപ്പോൾ നഴ്സിംഗ് പരിശീലനത്തിന് നഴ്സിംഗ് പ്രക്രിയയുടെ ഫലപ്രദമായ ഉപയോഗം ആവശ്യമാണ്, അല്ലേ? അപ്പോൾ ഏത് പരിശീലന ക്രമീകരണത്തിനും നഴ്സുമാരെ ആവശ്യമാണ്. അത് ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ ശേഖരണം. സെക്കൻഡ് വൺ ഈസ് അനലൈസിസ് ഓഫ് ഡാറ്റ വിശകലനം. ദെൻ തേർഡ് വൺ പ്ലാനിങ് ഓഫ് ഇൻ്റർവെൻഷൻ, ഇടപെടൽ ആസൂത്രണം. ഫോർത്ത് വൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻ്റർവെൻഷൻ, ഇടപെടൽ നടപ്പിലാക്കൽ. ദെൻ ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ ശേഖരണം. അനാലിസിസ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ വിശകലനം. പ്ലാനിങ് ഓഫ് ഇൻ്റർവെൻഷൻ, ഇടപെടൽ ആസൂത്രണം. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻ്റർവെൻഷൻ, ഇടപെടൽ നടപ്പിലാക്കൽ. ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം. ഒരു രോഗിയുടെ ഹിസ്റ്ററി കളക്ട് ചെയ്യുക, അതായത് നെയിം, ഏജ്, അഡ്രസ്സ്, ഫാമിലി മെമ്പേഴ്സിന് പാരമ്പര്യ അസുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഡേറ്റ ശേഖരണം എന്ന് പറയുന്നത്. ഡേറ്റ വിശകലനം എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത ഹിസ്റ്ററി നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് പരിശോധിച്ചിട്ട് എല്ലാം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. അതിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതാണ്, ഹെറിഡിറ്ററി ഡിസീസ് ഏതാണ്, രോഗിക്ക് നിലവിൽ എന്തൊക്കെ ഡിസീസ് ഉണ്ട് എന്നൊക്കെ വിശകലനം ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് ഏത് മരുന്ന് കൊടുക്കാം, അത് എത്ര നേരം കൊടുക്കണം, രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, പെയിൻ ടോളറബിൾ ആണോ, രോഗിക്കുള്ള അസ്വസ്ഥതകൾ ഒക്കെ കണക്കിലെടുത്തിട്ട് അതിൻ്റേതായ നഴ്സിംഗ് പ്രൊസീജിയർ നൽകുക. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രോങ്കിയൽ ആസ്മയാണെങ്കിൽ ഇൻഹേലർ വെക്കണോ, നെബുലൈസേഷൻ കൊടുക്കണോ, മെഡിസിൻ കൊടുക്കണോ, ഇഞ്ചക്ഷൻ വേണോ എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. ഹെമറേജിനാണെങ്കിൽ സ്റ്റീം ബാത്ത് വേണോ, എത്ര നേരം എടുക്കണം എന്നുള്ള പ്രൊസീജിയറൊക്കെ ആസൂത്രണം ചെയ്യുക. അതാണ് ഈ ആസൂത്രണം ചെയ്യുക എന്നുള്ള മീനിങ്. പിന്നെ ആസൂത്രണം നടപ്പിലാക്കുക, ടൈം ഫിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. മെഡിസിൻ എടുക്കേണ്ട ടൈം BD ആണോ, OD ആണോ, TDS ആണോ? BD എന്ന് പറഞ്ഞാൽ 2 times, OD എന്ന് പറഞ്ഞാൽ 1 time, TDS എന്ന് പറഞ്ഞാൽ 3 times. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 2 നേരം എന്ന് പറഞ്ഞാൽ രാവിലെയും രാത്രിയും. ഒരു നേരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മാത്രമാണ് കേട്ടോ. 1 HS എന്ന് പറഞ്ഞാൽ രാത്രിക്ക് മാത്രമായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഒരു നേരമുള്ളത് എടുക്കാറ് സാധാരണ. നഴ്സിംഗ് പ്രൊസീജിയർ, സ്പഞ്ച് ബാത്ത്, സ്റ്റീം ബാത്ത്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതൊക്കെ എപ്പോൾ കൊടുക്കണം എന്നുള്ളത് രോഗിക്ക് എപ്പോൾ ചെയ്യണമെന്നും ഫിക്സ് ചെയ്യുക. അതാണ് ഫിക്സഡ് ആയിട്ടുള്ള ആസൂത്രണം നടപ്പിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവാനാണ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. മൂല്യനിർണ്ണയം, രോഗിക്ക് ആ പ്രൊസീജിയർ ചെയ്തപ്പോൾ കുറവുണ്ടോ, അല്ലെങ്കിൽ ആ മെഡിസിൻ കൊടുത്തപ്പോൾ ആശ്വാസമായോ, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തപ്പോൾ ഹൈജീനിനെ പറ്റി അവെയറായോ എന്നൊക്കെ അറിയാനാണ് കേട്ടോ. അതാണ് മൂല്യനിർണ്ണയം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മുകളിൽ പറഞ്ഞ സംഭവങ്ങൾ കളക്ഷൻ ഓഫ് ഡേറ്റ, പിന്നെ അനാലിസിസ് ഓഫ് ഡേറ്റ, പ്ലാനിങ് ഓഫ് ഇൻ്റർവെൻഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ. നെക്സ്റ്റ് ആണ് ഇവാലുവേഷൻ. ഇപ്പോൾ 5 പോയിൻറ്റ്സ് മനസ്സിലായോ? നമ്മൾ മെയിനായിട്ടുള്ള ഇതിൽ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെങ്കിൽ പ്ലാനിങ്, ഹിസ്റ്ററി കളക്ഷൻ വേണ്ട, വിട്ടേക്കു, ഫസ്റ്റ് സ്റ്റെപ്പാണ്. പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ.
പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, പിന്നെ അത് മൂല്യനിർണ്ണയം നടത്തുക. അതാണ് എല്ലാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് 2 നമുക്ക് ബ്രീഫായിട്ട് ഒന്നുകൂടെ നോക്കാം. നഴ്സിംഗ് പ്രാക്ടീസ് റിക്വയർസ് ദ എഫക്റ്റീവ് യൂസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. അതായത് നഴ്സസ് ആർ റിക്വയർഡ് ഇൻ എനി പ്രാക്ടീസ് സെറ്റിംഗ് ടു ഡു ദ ഫോളോയിങ്. നഴ്സിംഗ് പരിശീലനത്തിന് നഴ്സിംഗ് പ്രക്രിയയുടെ ഫലപ്രദമായ ഉപയോഗം ആവശ്യമാണ്. ഇനി പറയുന്നവ ചെയ്യുന്നതിന് ഏതെങ്കിലും പരിശീലന ക്രമത്തിൽ നഴ്സുമാരെ ആവശ്യമാണെന്ന് വരും കേട്ടോ. അതായത് ഹിസ്റ്ററി കളക്ട് ചെയ്ത് ചെക്ക് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് അത് കൊടുക്കണം. ആ പ്ലാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ, പിന്നീട് അതിന് ഒരു പ്രൊസീജിയർ ഏതാണെന്ന് നോക്കി അതിന് നമ്മൾ പ്ലാൻ ചെയ്യുക. പിന്നെ അതിന് നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുക, രോഗിക്ക് ആശ്വാസമായോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുകയാണ്. പിന്നെ സ്റ്റാൻഡേർഡ് 3 നോക്കാം. നഴ്സിംഗ് പ്രാക്ടീസ് റിക്വയർസ് ദാറ്റ് ദ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ബി ദ നേച്ചർ ഓഫ് ദ ക്ലയൻറ്റ് നേഴ്സ് ഇൻറ്ററാക്ഷൻ. രോഗി നേഴ്സ് ഇടപെടലിൻ്റെ സ്വഭാവമാണ് സഹായബന്ധം എന്ന് പറയുന്നത്, അല്ലേ? ഇത് നഴ്സിംഗ് പരിശീലനത്തിന് ഒരുപാട് ആവശ്യമാണ്. നഴ്സസ് ആർ റിക്വയർഡ് ടു പെർഫോം ദ ഫോളോയിങ് പാർട്സ് ഓഫ്. ഇനി പറയുന്ന ഭാഗങ്ങൾ നിർവഹിക്കാൻ നഴ്സുമാർ ആവശ്യമാണ്. ഏതൊക്കെയാ? ഇനിഷ്യേഷൻ സമാരംഭം, മെയിൻ്റനൻസ് പരിപാലനം, ടെർമിനേഷൻ അവസാനിപ്പിക്കൽ. ഒരു പ്രൊസീജിയർ തുടങ്ങുക, പേഷ്യൻറ്റിൻ്റെ ഒരു നല്ല കംഫോർട്ടായ അവസ്ഥ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഒരു പ്രൊസീജിയർ തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പേഷ്യൻ്റ് വോമിറ്റ് ചെയ്യുകയാണെങ്കിലോ യൂറിനേഷൻ ഒരു ഡിഫിക്കേഷൻ സമയത്തോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. നമ്മളൊരു കംഫോർട്ടായ സമയത്ത് വേണം, അവസ്ഥ നോക്കിയിട്ടായിരിക്കണം പ്രൊസീജിയർ നമ്മൾ തുടങ്ങുക. അവരെ പരിപാലിക്കുക, അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവരുടെ കൈകളിൽ പിടിച്ച് തോളത്ത് തട്ടി പ്രൊസീജിയർ തുടരുക. പിന്നെ അവസാനിപ്പിക്കുന്നത് അവരോട് ആ സമയം പറഞ്ഞുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ കഴിയുമെന്നും പറയുക കേട്ടോ. ആശ്വാസം നൽകുക. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്നതായിരിക്കണമെന്നും നമ്മൾ പറയണം. എന്നിട്ട് വേണം നമ്മൾ സംഭവങ്ങൾ തുടങ്ങാൻ. അതായത് പ്രൊസീജിയർ, മെഡിക്കേഷനും ഒക്കെ, ഇഞ്ചക്ഷൻ വെക്കാനായാലും പ്രൊസീജിയർ തുടങ്ങാനായാലും അവർക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതെല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ 3. മുകളിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞത് അതുപോലെ ഈ 3 സംഭവങ്ങൾ: ഇനിഷ്യേഷൻ, മെയിൻ്റനൻസ്, ടെർമിനേഷൻ, സമാരംഭം, പരിപാലനം, അവസാനിപ്പിക്കൽ കേട്ടോ. സ്റ്റാൻഡേർഡ് 4ലേക്ക് കിടക്കാം. നഴ്സിംഗ് പ്രാക്ടീസ് റിക്വയർസ് നഴ്സസ് ടു ഫുൾഫിൽ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്. നഴ്സസ് ആർ എക്സ്പെക്റ്റഡ് ടു റെസ്പെക്റ്റ് ഓർ കംപ്ലൈ വിത്ത് ദ ഫോളോയിങ്. നഴ്സിംഗ് പരിശീലനത്തിന് നഴ്സുമാർ പ്രൊഫഷണൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റതുണ്ട് കേട്ടോ. നിറവേറ്റണം നമ്മളെപ്പോഴും. അപ്പോൾ നഴ്സിംഗ് പരിശീലനത്തിന് നഴ്സുമാർ പ്രൊഫഷണൽ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും നിറവേറ്റണം കേട്ടോ. അപ്പോൾ നഴ്സുമാർ ഇനി പറയുന്ന നിയമനിർമ്മാണ നൈതിക സഹകരണത്തെ മാനിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നഴ്സസ് ആർ എക്സ്പെക്റ്റഡ് ടു റെസ്പെക്റ്റ് ഓർ കംപ്ലൈ വിത്ത് ദ ഫോളോയിങ്. നഴ്സിംഗ് പ്രാക്ടീസ് റിക്വയർ നഴ്സസ് ടു ഫുൾഫിൽ ദ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ മലയാളം മീനിങ്ങാണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ? പിന്നെന്താ അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ള 3 കാര്യങ്ങൾ നോക്കാം. ലെജിസ്ലേഷൻ, എത്തിക്സ്, കൊളാബറേഷൻ. ലെജിസ്ലേഷൻ മീൻസ് നിയമനിർമ്മാണം, എത്തിക്സ് മീൻസ് നീതിശാസ്ത്രം, കൊളാബറേഷൻ മീൻസ് സഹകരണം. നഴ്സ് പ്രാക്ടീസ് ആക്ട്സ് have been established in each of the states of the United States and in the provinces of Canada to regulate the practice of nursing. Each state has a regulatory body that makes and enforces rules and regulations for the nursing profession. Nursing practice ഇഫക്റ്റുകൾ നിയന്ത്രിക്കുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓരോ സംസ്ഥാനങ്ങളിലും കാനഡ പ്രവിശ്യയിലും നഴ്സിംഗ് പ്രാക്ടീസ് ഇഫക്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഴ്സിംഗ് പ്രാക്ടീസ് ഇഫക്റ്റുകൾ നിയന്ത്രിക്കുന്നതിനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓരോ സംസ്ഥാനങ്ങളിലും കാനഡ പ്രവിശ്യയിലും നഴ്സ് പ്രാക്ടീസ് ഇഫക്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ? ദെൻ ദ പ്രാക്ടീസ് ആക്ട്സ് generally define activities in which nurses may engage, state the legal requirements and titles for nursing licensure, and establish the education needed for licensure. പ്രാക്ടീസ് ഇഫക്റ്റുകൾ സാധാരണയായി നഴ്സുമാർ ഇടപഴകുന്ന പ്രവർത്തനങ്ങളെ നിർവചിക്കുന്നു. നഴ്സിംഗ് ലൈസൻസിനായുള്ള നിയമപരമായ ആവശ്യകതകളും ശീർഷകങ്ങളും പ്രസ്താവിക്കുകയും ലൈസൻസിന് ആവശ്യമായ വിദ്യാഭ്യാസം സ്ഥാപിക്കുകയും ചെയ്യുന്നു. പ്രാക്ടീസ് എഫക്റ്റുകൾ സാധാരണയായിട്ട് നഴ്സുമാർ ഇടപഴകുന്ന പ്രവർത്തനങ്ങളെ നിർവചിക്കുന്നു. പിന്നെന്താ?
നഴ്സിംഗ് ലൈസൻസിനായുള്ള നിയമപരമായ ആവശ്യകതകളും ശീർഷകങ്ങളും പ്രസ്താവിക്കുകയും ലൈസൻസിനാവശ്യമായ വിദ്യാഭ്യാസം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറേ പറയുന്നതുകൊണ്ട് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിനർ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ പോർഷൻസൊക്കെ കവർ ചെയ്ത് പോകണ്ടേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക മീൻസ് നമ്മളൊന്നും ഒരു പോയിൻ്റ് വിട്ടു പോകരുത്. എക്സ്ട്രാ നമുക്ക് കുറച്ച് റെഫർ ചെയ്ത് പഠിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം കോമ്പറ്റീഷൻ നടക്കുന്ന കാലമായതുകൊണ്ട് നഴ്സിംഗ് നമ്മൾ പഠിക്കാൻ കുറച്ച് എന്താ പറയുക, സാവകാശം എടുത്തിട്ട് പഠിക്കണം. സമാധാനം വേണം എപ്പോഴും. നഴ്സുമാരുടെ ഒരു ക്വാളിറ്റിയാണ് അല്ലേ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാവണം. ശ്രമിക്കാം. അപ്പോൾ പഠനത്തിലും അത് നമ്മൾ പുലർത്തണം. അപ്പോൾ കുറച്ച് ബോറടിക്കുന്നതാണ് ഈ സ്റ്റാൻഡേർഡ്സ് 1, 2, 3, 4 നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. The practice acts are designed to protect the public and they define the legal scope of practice. Policy and procedure books are established by each facility that hires nurses. These books define which procedure each professional can perform in that facility as well as specify step-by-step guidelines for the way that facility wants a procedure performed. അപ്പോൾ അതിൻ്റെ മീനിങ് കുറച്ച് ലോങ് ആണ് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. പ്രാക്ടീസ് ഇഫക്റ്റുകൾ പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? പ്രാക്ടീസ് ഇഫക്റ്റുകൾ പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവ പ്രാക്ടീസിൻ്റെ നിയമപരമായ വ്യാപ്തി നിർവചിക്കുന്നു. നഴ്സുമാരെ നിയമിക്കുന്നതിന് ഓരോ കാര്യവും ഉപയോഗിച്ച് നയവും നടപടിക്രമ പുസ്തകങ്ങളും സ്ഥാപിക്കുന്നു. ഇതുവരെ ക്ലിയർ ആയോ? എന്നാലും ഒന്നുകൂടെ പറയാം കേട്ടോ. പ്രാക്ടീസ് ഇഫക്റ്റുകൾ പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവ പ്രാക്ടീസിൻ്റെ നിയമപരമായ വ്യാപ്തി നിർവചിക്കുന്നു. നഴ്സുമാരെ നിയമിക്കുന്ന ഓരോ കാര്യങ്ങളും ഉപയോഗിച്ച് നയവും നടപടിക്രമ പുസ്തകങ്ങളും സ്ഥാപിക്കുന്നു. ക്ലിയർ? പിന്നെന്താ? ഈ പുസ്തകങ്ങൾ ഓരോ പ്രൊഫഷണലിലും ഓരോ പടികളായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന നിയമ നടപടിക്രമങ്ങൾ നിർവചിക്കുന്നു. ഈ പുസ്തകങ്ങൾ ഓരോ പ്രൊഫഷണലിനും ഓരോ പടികളായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന നിയമ നടപടിക്രമങ്ങൾ നിർവചിക്കുന്നു. കൂടാതെ ഒരു നടപടിക്രമം നടപ്പിലാക്കാൻ താൽപ്പര്യപ്പെടുന്ന രീതിക്കായി ഘട്ടം ഘട്ടമായുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ നടപടിക്രമമാണ് നമ്മൾ നടപ്പിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? താൽപ്പര്യപ്പെടുന്ന രീതിക്കായി ഘട്ടം ഘട്ടമായുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം, അതും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. പിന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് പഠിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റായിട്ട് പ്ലേ ചെയ്ത് വീഡിയോ ഇട്ട് കാണുക. തീർച്ചയായിട്ടും മലയാള വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നതായിട്ട് ഞാൻ വീണ്ടും ഇതൊക്കെ തുടർന്നതാണ്. നെക്സ്റ്റ് സെൻറ്റൻസ് വായിക്കാം. ഇതുവരെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. The nursing process emerged during the 1970s and 90s as an organized, deliberate, systematic way to deliver nursing care. The nursing process provides a way to implement, to put into action. ഇംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ അല്ലേ? നമ്മളൊരു ആക്ഷൻ, അതായത് പ്ലാൻ ചെയ്ത ആക്ഷൻ നമ്മൾ പ്രാവർത്തികമാക്കുക. അത് ആക്ഷനിലോട്ട് പ്രൊസീജിയർ ആയാലും മെഡിക്കേഷൻ ആയാലും ഇഞ്ചക്ഷൻ ആയാലും കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക, അതായത് രോഗിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പുട്ട് ഇൻ ടു ആക്ഷൻ, ഇംപ്ലിമെൻറ്റ്. കെയർ ഗിവിംഗ് ആൻഡ് ഇറ്റ് കമ്പൈൻസ് ദ സയൻസ് ആൻഡ് ദ ആക്ട് ഓഫ് നഴ്സിംഗ്. ദ nurse focuses on the patient as an individual, identifies health care needs and strength of the patient, establishes and implement a plan of action to meet those needs and evaluates the outcomes of the plan. It is a circular process involving ongoing assessment. The nursing process is presented in depth in Unit 2.
അപ്പോൾ അതിൻ്റെ മീനിങ്ങിലോട്ട് കിടക്കാം. ശ്രദ്ധിച്ചേക്കുക. നഴ്സിംഗ് പരിചരണം നൽകുന്നതിനുള്ള സംഘടിതവും ബോധപൂർവവും സിസ്റ്റമിക് മാർഗവുമായാണ് നഴ്സിംഗ് പ്രക്രിയ 1970 1980 ഉയർന്നു വന്നത് കേട്ടോ. നഴ്സിംഗ് പരിചരണം നൽകുന്നതിനുള്ള സംഘടിതവും ബോധപൂർവവും സിസ്റ്റമിക് മാർഗവുമായാണ് നഴ്സിംഗ് പ്രക്രിയ ഏത് വർഷത്തിൽ 1970 1980 ഉയർന്നു വന്നത്. നഴ്സിംഗ് പ്രക്രിയ നടപ്പിലാക്കാൻ ഒരു വഴി നൽകുന്നു. പരിചരണം അത് ശാസ്ത്രത്തെയും നഴ്സിംഗ് പ്രവർത്തനത്തെയും സംയോജിപ്പിക്കുന്നു. എന്തൊക്കെ? പരിചരണം അത് ശാസ്ത്രത്തെയും നഴ്സിംഗ് പ്രവർത്തനത്തെയും സംയോജിപ്പിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ നഴ്സ് രോഗിയെ കേന്ദ്രീകരിക്കുന്നു. ആരോഗ്യ പരിപാലന ആവശ്യങ്ങളും രോഗിയുടെ ശക്തിയും തിരിച്ചറിയുന്ന ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു പ്രവർത്തന പദ്ധതി സ്ഥാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. കൂടാതെ പദ്ധതിയുടെ ഫലങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു പ്രവർത്തന പദ്ധതി സ്ഥാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. കൂടാതെ പദ്ധതിയുടെ ഫലങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. നിലവിലുള്ള വിലയിരുത്തൽ ഉൾപ്പെടുന്ന ഒരു വൃത്താകൃതിയിലുള്ള ഒരു പ്രക്രിയയാണിത് കേട്ടോ. നിലവിലുള്ള വിലയിരുത്തൽ ഉൾപ്പെടുന്ന ഒരു വൃത്താകൃതിയിലുള്ള പ്രക്രിയയാണ് സൈക്കിൾ. നഴ്സിംഗ് പ്രക്രിയ യൂണിറ്റ് 2 ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നുള്ള ആ യൂണിറ്റ് 2 കുറച്ചും കൂടി ബ്രീഫായിട്ട് നമ്മൾ ക്ലാസ് തുടരുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ വീഡിയോകളും മുടങ്ങാതെ കാണുക. ടോപ്പിക് വൈസ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതുവരെ തുടർന്നുകൊണ്ട് പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ നഴ്സിംഗിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നഴ്സിംഗ് ഫ്രഷേഴ്സിനായാലും അതായത് നമ്മൾ എക്സാമിന് ഇതായിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടർക്കായാലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുവരെ ക്ഷമയോടെ കേട്ടതിന് വളരെയധികം നന്ദി.